ഹലോ, ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലായിരുന്നു ആഘോഷിച്ചത്, ക്രിസ്മസ് ആഘോഷിച്ചത്. അപ്പോൾ അവിടെ ചെന്ന് കുട്ടികളെ കണ്ടായിരുന്നുകൊണ്ട് നിയായും വാക്കൂട്ടനും ഒക്കെ നല്ല ഹാപ്പിയായിട്ട് കളപ്പൻ്റെ തീരും കൊയ്ത്തിരി കത്തിക്കലും പൂക്കുറ്റി കത്തിക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ വീട്ടിലാകുമ്പോഴത്തേക്ക് എല്ലാത്തിനും സൗകര്യമുണ്ട്, എല്ലാവർക്കും ഓടിക്കളിക്കാനും എല്ലാത്തിനും സൗകര്യമുള്ളതാണ്. ഞങ്ങൾ ഈ പ്രാവശ്യം അവിടെയാണ് കൂടിയത്. മിക്കവാറും എല്ലാ അവധി ദിവസങ്ങളിലും കുട്ടികൾ അവിടെയാണ് അവധി ആഘോഷിച്ചത്. ഇപ്രാവശ്യം ക്രിസ്മസിന് അവധിയായിരുന്നു. ചേച്ചിയുടെ പിള്ളേർ കൂടെ സന്തോഷത്തോടെ ക്രിസ്മസ് ആഘോഷിച്ചു. ആദ്യത്തെ ട്രിപ്പ് ഞങ്ങൾ മേടിച്ച സാധനങ്ങളെല്ലാം തീർന്നതിന് ശേഷം വീണ്ടും ഞങ്ങൾ കാഞ്ഞാറ് പോയി കുറേ സാധനങ്ങൾ കൂടെ ഞങ്ങൾ മേടിച്ചുകൊണ്ട് പോയി. എന്നിട്ട് അതിന് ശേഷമുള്ള കുത്തിരി കത്തിക്കലും പൂക്കുറ്റി കത്തിക്കലൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രസമായിരുന്നു. കുട്ടനാട്ടിൽ ഒരുപാട് എൻജോയ് ചെയ്തു. നിയ പിന്നെ ക്യാമറയുടെ പുറകിലായിരുന്നു, കാരണം അവൾ ഇറങ്ങി വന്നില്ല. അവൾക്ക് പേടിയും ഉണ്ട്, അതുകൊണ്ട് കൂടുതലായിട്ട് മാറി നിൽക്കത്തേ ഉള്ളൂ. ഞങ്ങൾ പൂക്കുറ്റി കത്തിച്ചപ്പോഴത്തേക്ക് എൻ്റെ തൊട്ടുപുറയിൽ പുല്ല് നോക്കി പിടിപ്പിച്ചതുണ്ടായിരുന്നു. അതിനെല്ലാം തീ പിടിച്ചു. ഞാനും അവരുടെ കൂട്ടത്തിൽ നന്നായിട്ട് എൻജോയ് ചെയ്തു. പൂക്കുറ്റി കത്തിക്കാനും കത്തിക്കാനും ഒക്കെ നല്ല രസമായിരുന്നു കാണാനായിട്ട്. കടക്കൊക്കെ പിന്നെ ഓടിക്കാനായിട്ട് പിള്ളേർക്ക് പേടിയായിരുന്നു, അതുകൊണ്ട് പോയില്ല. അത് കുറച്ചേ മേടിച്ചോളാം, 2-3 മേടിച്ചോളാടാ. ഞങ്ങൾ പിന്നെ കുറേ ഈ ചക്രം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഈ മുറ്റത്ത് ടൈലിട്ടിരിക്കുന്ന കാരണം ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ കിടന്ന് കറങ്ങുകയല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആ ഗേറ്റിങ്ങിലേക്ക് ഇച്ചിരി ഇറക്കിയിട്ടാണ് കത്തിച്ചത്. അന്നേരം കുറേയിൽ കത്തിച്ചപ്പോഴത്തേക്ക് താഴേക്ക് ഉരുണ്ട് പോയത്. അതുകൊണ്ട് ഒരുപാട് നാൾ കത്തിച്ച് അതൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ചക്രങ്ങളെല്ലാം